ശ്രീ ജലീൽ പുനലൂർ, എന്തിനായിരുന്നു ഈ കോപ്രായം? 7 കോടി 4500 രജിസ്ട്രേഷൻ, പക്ഷെ സ്ഥലമില്ലാത്തതിനാൽ ഞങ്ങൾ 3000 പേരെ കയറ്റുന്നുള്ളൂ. രാവിലെ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ തുടങ്ങിയത് മുതൽ പൊട്ടിച്ചിരിക്കുകയായിരുന്നു നാട്ടുകാർ. ആ ആളൊഴിഞ്ഞ കസേരകൾ, ഇനി ഇരുന്നവരോ മലർന്നു കിടന്ന് ഉറക്കം. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് അവിടെങ്ങും ആരുമില്ലാത്തൊരവസ്ഥ. എന്തിനായിരുന്നു എന്ന് അങ്ങേക്കെങ്കിലും അറിയാമോ? നേരത്തെ ശ്രീ വത്സൻ തില്ലങ്കേരി പറഞ്ഞ പോലെ. ഏതായാലും നന്ദിയുണ്ട് സർ. കെട്ടിപ്പൊക്കിയ മോഹങ്ങളും സ്വപ്നങ്ങളും തകർന്നടിയുന്നത് കാണുമ്പോൾ പൊട്ടിച്ചിരി മനുഷ്യ സഹജമായ ഒരു പ്രക്രിയയാണ്. RSSനെയും BJPയെയും സംബന്ധിച്ച് ശബരിമലയിൽ നിന്ന് ഇപ്പം ലഭിച്ചതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ തിരിച്ചടികൾ അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലതായിരിക്കുമെന്ന് മാത്രമേ എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. വോട്ട് ബാങ്കിന് വേണ്ടി മതത്തെയും മതദർശനങ്ങളെയും ഒക്കെ ദേശീയ തലത്തിൽ നന്നായി ഉപയോഗിച്ച് പരിശീലിച്ച് വിജയിച്ച് തെളിയിക്കപ്പെട്ടതാണ് BJP. അതിനവർക്ക് ശക്തി പകർന്നുകൊണ്ടാണ് RSS നിലകൊണ്ടിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കം, ആ ഒരു പരിശ്രമം വൃഥാവിലായി പോകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശബരിമലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ കോടിക്കണക്കായ ഭക്തരെത്തുന്ന ഒരു നല്ല തീർത്ഥാടന കേന്ദ്രമാണ്, ഒരു വിശ്വാസ കേന്ദ്രമാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. തീർച്ചയായും അവിടെ എത്തുന്ന ഭക്തർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതും അവിടെ വികസനം കൊണ്ടുവരേണ്ടതും പൊതു ആവശ്യമാണ്. അത് ഭരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ ബാധ്യതയാണ്. അത്തരത്തിലുള്ള ഒരു അടിസ്ഥാന വികസനത്തെ സംബന്ധിച്ച് എന്താണ് ഒരു സർക്കാർ ചെയ്യേണ്ടതെന്ന് സർക്കാർ ഏകപക്ഷീയമായല്ലോ തീരുമാനിക്കാൻ. വളരെ സുവ്യക്തമായി ഈ നാട്ടിലെ ഹൈന്ദവ ദർശനങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന മുഴുവൻ സംഘടനകളെയും, NSS ഈ നാട്ടിലെ ചെറുതായ ഒരു സംഘടനയല്ലല്ലോ, SNDP, അതുപോലെ തന്നെ KPMS, അങ്ങനെ ഹിന്ദു മത ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നല്ല മനസ്സുകളുടെ എല്ലാ കൂട്ടായ്മകളെയും വർഗീയവാദികൾ ഒഴികെയുള്ളവരെ ഒപ്പം കൂട്ടിക്കൊണ്ട് സർക്കാർ ഒരു സംഗമം നടത്തി. ആ സംഗമത്തിൽ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതി. BJPയുടെ ഏറ്റവും സീനിയറായ ലീഡർ, അതിനപ്പുറത്തേക്ക് ഒരു നേതാവ്, വിശിഷ്യ സന്യാസി എന്ന് BJP വാഴ്ത്തപ്പെടുന്ന യോഗി ആദിത്യനാഥ്, അദ്ദേഹം പോലും ഈ സംഗമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് മറുപടി കത്തെഴുതി. അപ്പം യോഗി ആദിത്യനാഥിനെ പോലും കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിയാത്ത കേരളത്തിലെ BJP ആണോ ചരിത്രപരമായി വിജയം നേടിയ, ചരിത്രത്തിൽ ഇടം നേടിയ ഒരു അയ്യപ്പ സംഗമത്തെ, ആഗോള അയ്യപ്പ സംഗമത്തെ ഇകഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത്? ആ ശ്രമം നിങ്ങളുടെ രാഷ്ട്രീയ ബാധ്യതയാകാം, പക്ഷെ ഭക്തരെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് അവർക്ക് മുമ്പിൽ ഇത് വിലപ്പോവില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒഴിഞ്ഞ കസേരകൾ, വ്യത്യസ്തമായ സെമിനാറുകൾ, വ്യത്യസ്തമായ ചർച്ചകൾ, ഭക്ഷണ സമയം, വിശ്രമ സമയം, ഒരു പരിപാടിയുടെ ജലീൽ പുനലൂർ, ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. കാര്യം നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് ഒറ്റ കാര്യം ചൂണ്ടിക്കാട്ടട്ടെ. ഇത് ഭക്ഷണത്തിന്റെ ആ സുഖലോലുപമായ ഇടവേളയല്ലായിരുന്നു, വിവിധ സെമിനാറുകളിലല്ലായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി അവിടെ നിന്ന് ഈ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ദൃശ്യങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങി, അങ്ങേക്ക് യൂട്യൂബിലൊക്കെ ബാക്കടിച്ച് പോയാൽ കാണാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കകമാണ്. നമ്മൾ നേരത്തെ ശ്രീ വത്സൻ തില്ലങ്കേരി പറഞ്ഞുകൊണ്ടല്ലോ, ചിലതൊക്കെ മറന്നുപോകും വളരെ അധികം ജോലി തിരക്കുള്ളപ്പോൾ. അങ്ങനെ ഓർമ്മിപ്പിക്കാനേ ചില ദൃശ്യങ്ങൾ ജനൻ TV ഒരു വിൻഡോയിൽ കാണിച്ചുകൊണ്ടേയിരുന്നു. 2018 മണ്ഡലകാലം എന്ന ക്യാപ്ഷനുമായി. അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം, നിമിഷങ്ങൾക്ക് ഉള്ളിൽ വന്ന ദൃശ്യങ്ങളാണ് അപ്പോഴും കാണിച്ചത്, ഇപ്പോഴും കാണുന്നത്. അങ്ങേക്ക് തുടരാം. അല്ല, ആ ദൃശ്യങ്ങൾ ഞാൻ കണ്ടത് ഒന്ന് ജനൻ TVയിലാണ്. സ്വാഭാവികമാണ്, നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾ അങ്ങനെ തന്നെ ആകണം, നിങ്ങൾ അതിൽ അധിഷ്ഠിതമാണ്. മറ്റൊന്ന് ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റ് ആരാണെന്ന് ഈ നാട്ടിലെ മലയാളികളെ ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം. മറ്റൊന്ന് നിങ്ങളുടെ തന്നെ മറ്റൊരു ഏജന്റായ News 18 ആണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ആയിരങ്ങൾ സംഗമിക്കുന്ന അതിൻ്റെ എത്ര ഫോട്ടോസ് താങ്കൾക്ക് വേണമെങ്കിൽ ഇതിലിരിക്കുന്ന ഓരോ പ്രതിനിധികൾക്കും വേണം, ഞാൻ പിന്നെ വാട്സപ്പ് മെസ്സേജിലൂടെ തരാൻ തയ്യാറാണ്. അത്തരത്തിൽ
വിശ്വാസി സമൂഹവും കേരളീയ പൊതുസമൂഹവും ഹൃദയത്തിലേറ്റിയ ചരിത്രപരമായ ഒരു സംഗമത്തെ എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ചില വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ എഴുത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുകയാണ്. മറ്റത് താങ്കളോട് പറയാൻ, ഇപ്പൊ മത്സ്യത്തിലങ്കരി സാർ അടക്കമുള്ളവർ ഇവിടെ വാചാലമായിട്ട് 2018 ഈ 2018 ശേഷമല്ലേ BJPക്കും RSSനും ശബരിമലയെ സംബന്ധിച്ച് ബോധ്യം വന്നിട്ടുള്ളൂ. 2018 സുപ്രീം കോടതി വിധിയുടെ പിറ്റേ ദിവസത്തെ ജന്മഭൂമി എന്തായാലും CPM-ന്റെ മുഖപത്രമല്ലല്ലോ, RSSന്റെ മുഖപത്രമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ലഭ്യമാകാവുന്ന ഒന്നാണ്. അതിന്റെ തലക്കെട്ട് ചരിത്രപരമായ വിധി എന്നാണ്. അപ്പോൾ ഈ വിധിയെ ആദ്യം സ്വാഗതം ചെയ്തത് RSS ആണ് എന്ന് മാത്രമല്ല, ഇന്നത്തെ BJPയുടെ കേരളത്തിലെ ശബ്ദമായിട്ട് നിങ്ങൾ കൊണ്ടാടുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യ സംസാരം അന്ന് ചാനലുകളിൽ വന്നത്, ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനെ ഒരു മതപരമായ വിഷയമാക്കിക്കൊണ്ട് സർക്കാരിനെതിരായിട്ട് ഒരു ആയുധമാക്കിക്കൊണ്ട് ഒരു വലിയ സമരത്തിന്റെ പോർമുഖം തീർത്തുകൊണ്ട് ശബരിമലയെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്തോ സാധിച്ചു കളയാമെന്ന് RSSും BJPയും ശ്രമിക്കും. എന്തുകൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നാടൊട്ടുക്കും ഇവിടുത്തെ BJPയും RSSും കോൺഗ്രസും അടക്കമുള്ള ഇടതുപക്ഷത്തിനെതിരായിട്ട് അയ്യപ്പ സ്നേഹത്തിന്റെ അണപൊട്ടാത്ത രോദനങ്ങൾ നടത്തിയിട്ട് പോലും 99-100 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി അതേ പിണറായി വിജയനെ, അതേ ഇടതുപക്ഷ സർക്കാരിനെ വീണ്ടും കൊണ്ടുവന്നത് ഒരു അയ്യപ്പ വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ്. അയ്യപ്പന്റെ തൃപ്തി കൊണ്ടാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. കാരണം ശബരിമലയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത, എല്ലാ ക്ഷേത്രങ്ങളുടെയും ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസനത്തിന് നാന്ദി കുറിക്കുകയും അത് തുറന്നുകൊണ്ടിരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അത് എല്ലാ മതവിശ്വാസികളോടും എല്ലാ ദർശനങ്ങളോടും എല്ലാ ആരാധനാലയങ്ങളോടും തുല്യ കണ്ണുകളോടുകൂടി അവിടുത്തെ വികസനത്തെയും കാഴ്ചപ്പാടും ഒക്കെ ഉള്ള ഒരു സർക്കാരാണ്. അത്തരത്തിലുള്ള ഒരു സർക്കാർ ചരിത്രത്തിൽ ഇടം നേടത്തക്ക നിലയിൽ ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ, ഒരു സംഗമം കൊണ്ടുവരുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിനെ എതിർക്കാതിരിക്കാനുള്ള ഒരു സാമാന്യ വിവേകം